ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോമ്പ് തുറക്കായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ പഫ് റെഡിയാക്കാം കേട്ടോ. നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പഫ്സ് ആയിട്ട് ഇതിന് കണക്കാക്കാം കേട്ടോ. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലുള്ള ആളനുസരിച്ച് ഇൻഗ്രീഡിയൻസിന്റെ അളവിൽ വ്യത്യാസം വരുത്താട്ടോ. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. 9 പഫ്സ് ആണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണിന് താഴെ മതി കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ അജ്വൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അജ്വൈൻ ഒന്ന് ഞെരടിയിട്ട് ഇട്ടെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. ഓയിൽ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ. അതിനുശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു സ്റ്റെപ്പ് വയ്യാട്ടോ ആ പപ്സിന്റെ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടുന്നത്. പൊടി കംപ്ലീറ്റ് ഇച്ചിരിച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. 1/2 കപ്പിന് താഴെ വെള്ളം മതിയാവും കേട്ടോ. ഞാൻ 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചാൽ കംപ്ലീറ്റ് വേണ്ടി വന്നിട്ടില്ല. കംപ്ലീറ്റ് വെള്ളം ആദ്യം തന്നെ അങ്ങ് ഒഴിച്ചെടുക്കരുത് കേട്ടോ. ഇതേ രീതിയിൽ കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇതേ രീതിയിൽ അത്യാവശ്യം നൈസ് ആയിട്ടുള്ള ഡോ തയ്യാറാക്കുക. ഇതിന് എത്ര സമയം നിങ്ങൾക്ക് ഉണ്ടോ അതനുസരിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം വെക്കണം. ഒരു 2 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ. 1/2 കപ്പ് കുഴക്കാനെടുത്താൽ ബാക്കിയുള്ള വെള്ളം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എന്താണെങ്കിലും ഒഴിച്ചെടുക്കാം. ഓയിൽ വല്ലാതെ അങ്ങ് ചൂടാവുന്നതിന് മുമ്പ് തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. വെളുത്തുള്ളി ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട്. ഇഞ്ചി കുറച്ച് ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണുള്ളത്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് കേട്ടോ. ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാൻ. ചെറിയ തീയിലിട്ട് വഴറ്റിയാൽ മതി കേട്ടോ. ഒരുപാട് തീ കൂട്ടിയൊന്നും ഇടരുത്. ഒരു മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു കുഞ്ഞു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. സവാള ഇട്ടെടുത്ത ശേഷം തീയും മീഡിയം അല്ലെങ്കിൽ ഹൈയിലേക്ക് മാറ്റാം കേട്ടോ. വീണ്ടും വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടെടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കിഴങ്ങൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സവാള നന്നായിട്ട് വാടി ട്രാൻസ്പെറന്റ് ആയ ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. 1 മിനിറ്റ് എങ്കിലും നന്നായിട്ട് വഴറ്റിയ ശേഷം വേണം കിഴങ്ങ് വേവിച്ചത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കിഴങ്ങ് നിങ്ങൾക്ക് ഇതുപോലെ തൊണ്ട കളഞ്ഞ കഷ്ണങ്ങളായിട്ട് വേവിച്ചാലും മതി, അല്ലെന്നുണ്ടെങ്കിൽ കുക്കറിൽ മുഴുവൻ തന്നെ വേവിച്ചാലും മതി കേട്ടോ. നിങ്ങൾ കിഴങ്ങ് ഇട്ടെടുക്കുമ്പോൾ ഒന്ന് ഉടച്ച ശേഷം ഇട്ടെടുക്കാം കേട്ടോ. ഇട്ടിട്ട് ഉടയ്ക്കാൻ നിൽക്കുമ്പോൾ ഇച്ചിരി പണിയാണ്. കിഴങ്ങിട്ട് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫൈനലായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ ലീവ്സ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഡോ ഇവിടെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി, ഒരുപാട് കുഴക്കാനൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം 9 പീസസ് ആയിട്ടാണ് എന്നെ മാറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ ഡോ അനുസരിച്ച് എത്ര പീസസ് ആണോ ആക്കാൻ പറ്റാന്ന് വെച്ചാൽ അതനുസരിച്ച് പീസസ് ആക്കി മാറ്റാം കേട്ടോ. ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ കംപ്ലീറ്റ് ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു ഉരുള എടുക്കുക. ഇതിലേക്ക് ജസ്റ്റ് കുറച്ചൊരു ഓയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഓയിൽ കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വിടർന്നു പോരും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മൈദ കലക്കി ഒട്ടിച്ച് വെക്കേണ്ടി വരും. ഇത് പരത്തല് വളരെ എളുപ്പമാട്ടോ, പെട്ടെന്ന് പണി ചെയ്യും. കൈ വെച്ച് തന്നെ പരത്തിയെടുത്താലും മതി. ഇപ്പൊ ഞാൻ അധികം നേരം ഒന്ന് റെസ്റ്റ് ചെയ്തില്ലായിരുന്നല്ലോ, അപ്പൊ മൈദപ്പൊടി ഇത്ര അങ്ങ് സോഫ്റ്റ് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ 2 മണിക്കൂർ ഓവർനൈറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാൻ മതിയാവും കേട്ടോ. ചപ്പാത്തി കോല വെച്ചാണ് പരത്തണമെന്നുണ്ടെങ്കിൽ കോലിലും കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഓവൽ ഷേപ്പിലാട്ടോ പരത്തിയെടുക്കേണ്ടത്. നടുക്ക് മസാല വെച്ചുകൊടുക്കുക. വീതിക്ക് അപ്പുറത്തുനിന്ന് ആദ്യം അടുക്കുക. അതിനുശേഷം നീളത്തിൽ മടക്കി കൊടുക്കുക കേട്ടോ. 2 സൈഡിൽ നിന്ന് മടക്കി നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അങ്ങനെ ഒരെണ്ണം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. ഉരുളെടുത്ത ശേഷം കൈ വെച്ച് തന്നെ ആദ്യം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. 2 സൈഡും ഓയിൽ തേച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പരത്തുക ഓവൽ ഷേപ്പില്. അതിനുശേഷം മസാല വെച്ചുകൊടുക്കുക. വീതിക്ക് 2 സ്ഥലത്തുനിന്ന് ആദ്യം മടക്കണോർത്തൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നീളത്തില് അപ്പുറത്തുനിന്ന് മടക്കുക. ഇത്രയോളം പെട്ടെന്ന് കഴിയൂട്ടോ. പരത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഓയിൽ ഉണ്ട് വരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി മൈദമാവ് കലക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പൊരിക്കുന്ന സമയത്ത് വിടർന്നു പോരും. പൊരിക്കാനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇട്ടത് ഇച്ചിരി ചൂട് കൂടുതലാണ്. ഇത്രയും ചൂട് പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിലേ ഇടാവുള്ളൂ. എന്നാലാണ് ആ മടക്കൊക്കെ ശരിക്കും മൊരിഞ്ഞ് പൊങ്ങി വരും. ഹൈ ഫ്ലെയിമിൽ ചൂട് കൂടുതലായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് അവിഞ്ഞു പോകും കേട്ടോ, പൊങ്ങി വരില്ല. നന്നായിട്ട് പൊളച്ച് വരണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ആ മടക്ക് വരുന്ന സമയം കുറച്ചധികം സമയം വേണ്ടി വരും. മറ്റേ ഭാഗം മോൾ ഭാഗം ഒന്ന് മരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിട്ടുണ്ടാവും, എന്നിട്ടുണ്ടാവും. ആ മടക്കുള്ള ഭാഗം കുറച്ചധികം സമയം ലോ ഫ്ലെയിമിൽ കിടന്ന് മൊരിഞ്ഞ് പൊങ്ങി വരണം. എന്നാലാണ് ആ നല്ല ക്രിസ്പിനെസ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഇത് ഞാൻ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്തെടുക്കാം. ചാനൽ ഒത്തിരി ഒന്നും ആയിട്ടില്ല, ഒരു 5-6 മാസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താനും ബെൽ ബട്ടൺ ഓൺ ആക്കി എടുക്കാനൊന്നും മറക്കരുത്. ഒന്നരാടം വെച്ചൊക്കെ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.